പബ്ലിക് പൊളിറ്റിക്കൽ നറേറ്റീവിൽ മുസ്ലിം ലീഗ് എപ്പോഴും ഗുഡ് മുസ്ലിം ആയിരിക്കും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് CPM പോലൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സർട്ടിഫിക്കറ്റ് കൊടുത്തത് 2 വർഷം മുമ്പ്. കാരണം അവരെപ്പോഴും എന്താണ്, അവർ സമവായത്തിൻ്റെ ലൈനിലും ഒരു മുന്നണി മുന്നണിയുടെ ഭാഗമായിട്ടൊക്കെയാണ് അവർ നിൽക്കുക. അവർ അസേർട്ട് ചെയ്യുന്നില്ല. പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പറയുമ്പോൾ പോലും അവർ പൊളിറ്റിക്കലി മുസ്ലിമായിട്ട് അസേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺഫ്രണ്ടേഷണൽ പൊളിറ്റിക്സിലേക്ക് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതേസമയം മറുഭാഗത്ത് SDP ആണെങ്കിലോ, SDP അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നു, സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം സെഗ്രിഗേഷൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കും. ഈ മുസ്ലിം ലീഗിനാണ് എന്തു പറയുന്നത് ഇപ്പോൾ വർഗീയവാദി പട്ടം കിട്ടുന്നത്. ഏത് പണ്ട് എൻ്റെ ഇമെയിൽ തുറന്നു നോക്കാൻ, ഉമ്മൻചാണ്ടി തുറന്നു നോക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് മുസ്ലിം ലീഗുകാരനായ KM ഷാജി പ്രസംഗിച്ചപ്പോൾ അന്ന് ഷാജി ഗുഡ് മുസ്ലിമാണ്, അന്ന് മുസ്ലിം ലീഗ് ഗുഡ് മുസ്ലിമാണ്. അതേ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു, ഒരു കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഒരു 10-12 വർഷം കഴിയുമ്പോൾ, ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാവുന്നു. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ നറേറ്റീവിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണല്ലോ എന്നാണ് തർക്കം. അതേ KM ഷാജി, ഈ ഗുഡ് മുസ്ലിം പ്ലേ ബുക്കിൽപ്പെട്ട KM ഷാജി ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവുന്നു, വർഗീയവാദിയാവുന്നു. എന്തിന്? മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു സെക്യുലർ രാജ്യത്ത് വർഗീയതയായി വ്യാഖ്യാനിക്കപ്പെടുന്നതുകൂടി ഒരു ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രീയത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം വേരുകളുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി കഴിഞ്ഞ് പിന്നെയും മുസ്ലിങ്ങൾ അവരുടെ കമ്മ്യൂണൽ ബേസിസിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണോ? കമ്മ്യൂണൽ ബേസിസിൽ അവരെന്ത് ചെയ്യണം, രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉന്നയിക്കണം എന്നൊരു ചോദ്യമുണ്ട്. സെക്യുലർ പാർട്ടികളോടൊപ്പം നിന്നാൽ പോരെ? മതി. സെക്യുലർ പാർട്ടികളോടൊപ്പം നിന്ന്, അല്ലെങ്കിൽ സോ കോൾഡ് സെക്യുലർ പാർട്ടികളോടൊപ്പം നിന്ന് ആ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് മുസ്ലിം ലിസ്റ്റിൽ കയറാൻ പറ്റും. പക്ഷേ ഗുഡ് മുസ്ലിം ലിസ്റ്റിൽ കയറിയാൽ പോലും അത് കണ്ടീഷണലാണ്. കണ്ടീഷണലാവുന്ന ഇവിടെ വരെയാണ്. അതായത് അവിടെ ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ പാടില്ല, അവിടെ എന്താവാൻ പാടില്ല, അവിടെ ഡിമാൻഡ് ഉന്നയിക്കാൻ പാടില്ല, അവിടെ അസേർട്ടീവ് ആവാൻ പാടില്ല. അതുവരെ മാത്രമേ ആ ഗുഡ് മുസ്ലിം ഐഡൻറ്റിറ്റി നമുക്ക് പതിച്ചു തരികയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് അമേരിക്കയിലാണിത് കൂടുതൽ പഠന വിധേയമായിട്ടുള്ളത്. ഇന്ത്യയിൽ അത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഏതുവരെയാണ് ഒരാൾക്ക് ഗുഡ് മുസ്ലിം ആവാൻ പറ്റുക? മുസ്ലിം ലീഗിനെ പഠിക്കുക. മുസ്ലിം ലീഗ് ശിഹാബ് തങ്ങളുടെ കാലത്ത് ഈ പറയുന്ന സമവായത്തിൻ്റെയും ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ അത് പൊളിഞ്ഞോട്ടെ, കുഴപ്പമില്ല, കോൺഗ്രസ്സുമായിട്ട് നിന്ന് പോകണം, ആ മുന്നണിയിൽ തന്നെ നിൽക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഗുഡ് മുസ്ലിം ഓർഗനൈസേഷനായി. അതേസമയം കോൺഗ്രസ് കാണിച്ച് ശരിയല്ല, ആ മുന്നണിയിൽ നിൽക്കാൻ പാടില്ല എന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പറഞ്ഞാൽ അത് തീവ്രവാദമോ വർഗീയതയോ ആയി മാറുന്നു.